ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫുഡ് റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ സ്റ്റൈലിലൊരു ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഐറ്റങ്ങളാണ് നോക്കാം. സവോള, മഞ്ഞൾപ്പൊടി, ക്യുമിൻ സീഡ്, ഗരം മസാല, മുളക് പൊടി. ഓക്കെ, ഇതെല്ലാം നമ്മൾ കുറച്ച് തൈരും കൂടെ എടുക്കുക. രണ്ട് ടീസ്പൂൺ തൈരും കൂടെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസിനകത്ത് മാഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഓക്കെ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാറ്റി നമ്മൾ വയ്ക്കുക. മാറ്റി വെച്ച ശേഷം നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. നമ്മൾ അരച്ച് മിക്സിയുടെ മാറ്റി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പാൻ എടുക്കുക. നമ്മൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ പീസെല്ലാം അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഓവർ കുക്കാണല്ല, മാക്സിമം കുറച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആകുകയും വേണ്ട, എന്നാൽ വേഗവും വേണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ചേർത്തിട്ട് സവോള വഴറ്റാം. ടൊമാറ്റോ നമ്മൾ മാറ്റി കട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് വഴണ്ട ശേഷം, ഒരുപാട് വരണ്ട, കുറച്ച് വഴന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അതിനൊക്കെ ആവശ്യമായുള്ളത് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മളത് വഴറ്റിയത് ചൂട് ആറിക്കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് വീണ്ടും ആ സെയിം പാനിൽ തന്നെ ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം കുക്കിംഗ് ക്രീമുണ്ട്, കടകളിൽ നമുക്ക് കിട്ടുന്ന ക്രീമാണ്, അത് വാങ്ങിക്കുക. അത് നമ്മളിതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ഐറ്റം ഇടാം. ഇതിൻ്റെ പേരാണ് കസ്തൂരി മേന്തി എന്ന് പറയും. ഇതും കടകളിൽ നമുക്ക് കിട്ടും. കസ്തൂരി മേന്തിയാണ് ഇതിൻ്റെ നല്ല സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കസ്തൂരി മേന്തി ഇടുക. ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് ആവശ്യം ഉപ്പും കൂടെ നോക്കുക കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് ഉപ്പ് വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുണ്ടാക്കിയപ്പോൾ ചെറുതായിട്ട് ഉപ്പ് കൂടിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് തിളച്ച ശേഷം നമുക്ക് ആ ചിക്കനെല്ലാം ഇതിലേക്കിടാം. എന്നിട്ട് ഇതിലായിട്ട് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ കാഷ്യൂ നട്ട്സ് അരച്ച് വെച്ചിരുന്നത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ സീക്രട്ടായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്കെടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വെള്ളച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ബസുമതി റൈസ് ഇല്ലേ, അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കുറച്ച് പരിപ്പ് കറി ഉണ്ടാകുമായിട്ട് ഞങ്ങൾ ടേസ്റ്റ് നല്ലതായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.